മഴക്കാലമാണ്. ഇനി അങ്ങോട്ട് പനിയുടെ കാലവുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ചില അസുഖങ്ങളെ കുറിച്ചിട്ടായിരിക്കും ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, ജലത്തിലൂടെയും വായുവിലൂടെയും കൊതുകിലൂടെയും ഒരുപാട് അസുഖങ്ങൾ നമ്മൾ ഈ മഴക്കാലത്ത് പടർന്നു പിടിക്കാറുണ്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പ്രതിരോധിച്ച് പോയാൽ തന്നെ നമുക്ക് എന്താണ് അസുഖങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് പറയുന്നത് ഇപ്പോൾ കൊതുകിലൂടെ പകരുന്ന രോഗങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഡെങ്കു, ചിക്കൻ ഗുനിയ, മലേറിയ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അങ്ങനെ പലതരം രോഗങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഡെങ്കുവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഡെങ്കിപ്പനി അല്ലെങ്കിൽ ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ബ്രേക്ക് ബോൺ ഫീവർ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഈഡിസ് എന്ന് പറയുന്ന ഒരു കൊതുകിലൂടെയാണ് നമ്മൾക്ക് പകരുന്നതെന്ന് അറിയാം. അപ്പം അതിൽ എന്താണ് നമ്മുടെ വൈറസ് ബോഡിയിലേക്ക് കയറിയതിനു ശേഷം ഒരു 6-7 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും എന്താണ് നമ്മുടെ ബോഡിയിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. അപ്പം പ്രധാനമായിട്ടും ചെറിയ തോതിലുള്ള ഒരു പനി, പിന്നെ എന്താണ് പനി കൂടി വരുന്നതായിട്ട് കാണാം. പനിയോടൊപ്പം തന്നെ എന്താണ് നല്ല രീതിക്ക് തലവേദന കണ്ണിലേക്ക് ഇറങ്ങുന്നത് പോലെയും കണ്ണിന്റെ പുറകിലും നല്ല രീതിക്ക് വേദന ഉണ്ടായിരിക്കും. ഈ കണ്ണിലുള്ള വേദന കാരണം നേരെ നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുനിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കണ്ണിന് നല്ല രീതിക്കുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെയാണ് സന്ധിവേദന അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ എന്ന് പറയുന്നത്, പേശിവേദന, മസിൽ പെയിൻ, ബോഡി പെയിൻ, അങ്ങനെ ദേഹം ആസകലം വേദനയും ക്ഷീണവുമായിരിക്കും ഡെങ്കിപ്പനിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. ഇതിന് പുറമെ ആയിട്ട് ഡെങ്കു കുറച്ചും കൂടി സിവിയർ ആവുകയാണെങ്കിൽ നല്ല രീതിക്ക് വോമിറ്റിംഗ് കാണിക്കാറുണ്ട്, അതുപോലെ തന്നെ ബ്ലീഡിംഗ് കാണിക്കാറുണ്ട്. മൂക്കിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ മോണയിൽ നിന്നും ഒക്കെ എന്താണ് രക്തം വരുന്നതായിട്ടും കാണിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ് ഡെങ്കുവിന്റെ സിംറ്റംസ് ആണ്. ഈ ലക്ഷണങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ തന്നെ ഡെങ്കു ഒരു 7 ദിവസങ്ങൾ കൊണ്ടിട്ട് തന്നെ പൂർണ്ണമായിട്ട് മാറാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ചെറിയ പനിയാണ് അല്ലെങ്കിൽ ചെറിയ തലവേദനയല്ലേ ഉള്ളൂ എന്ന് മാറ്റി വെക്കാതെ നല്ല രീതിക്ക് ഫ്ലൂയിഡ് ഇൻടേക്ക് വരേണ്ട എന്താണ് ഒരു അസുഖമാണ് ഡെങ്കു എന്ന് പറയുന്നത്. ഡെങ്കുവിൽ നമ്മൾക്കറിയാം, ആദ്യം തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും കൗണ്ട് കുറയുന്നതായിട്ട് അറിയാൻ പറ്റും അല്ലേ. WBC അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നല്ല രീതിക്ക് കുറയുന്ന അസുഖമാണ് ഡെങ്കു എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് താഴേക്ക് പോകാം. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലീഡിംഗ് പോലുള്ള ബുദ്ധിമുട്ടുകളും വരുന്നത്. അപ്പം നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഫ്ലൂയിഡ് ഇൻടേക്ക് കൊടുക്കുക, എന്താണ് റെസ്റ്റ് എടുക്കുക, പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. ശരീരം വേദന, ക്ഷീണം ഒക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ നന്നായിട്ട് എന്താണ് റെസ്റ്റ് എടുക്കുക. അതിനോടൊപ്പം തന്നെ നല്ല രീതിക്ക് വെള്ളം കൊടുക്കുക, എന്താണ് കരിക്ക് പോലുള്ളത് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം. പക്ഷേ നാരങ്ങ വെള്ളം, കരിക്കൊക്കെ കുടിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് കൂടാനാണെന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. അതുകൊണ്ടല്ല, നമ്മൾ ക്ഷീണം അല്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിച്ച് വരാൻ വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക ഇതുപോലുള്ളത് കൊടുക്കാൻ പറയുന്നത്. അപ്പം ഒരു 7 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡെങ്കു എന്ത് ചെയ്യുന്ന ക്യൂർ ചെയ്ത് വരേണ്ടതാണ്. ഡെങ്കു കൂടുതലും മരണത്തിലേക്കൊക്കെ കാരണമാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പം ആദ്യം ഒരു ഡെങ്കു 4 ടൈപ്പ് വൈറസ് ആണ് പറയുന്നത്. ഡെൻബി എന്നാണ് പറയുക. ഡെൻബി 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം ഒരു ടൈപ്പ് എന്താണ് വൈറസ് ഇൻഫെക്റ്റഡ് ആയി ഡെങ്കു വന്ന ഒരാളില് പിന്നെ അടുത്തൊരു ടൈപ്പ് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുക ഡെങ്കു കുറച്ചും കൂടി സിവിയർ ആയി കോംപ്ലിക്കേഷനിലേക്കും ഡെത്തിലേക്കും ഒക്കെ പോവുക. അല്ലാതെ അങ്ങനെ ഡെത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു അസുഖമല്ല ഡെങ്കു, നമ്മൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അടുത്തതായിട്ട് കൊതുക് പരത്തുന്നതാണ് ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത്. ചിക്കൻ ഗുനിയയിൽ നല്ലതായിട്ടുള്ള കഠിനമായിട്ടുള്ള ജോയിന്റ് പെയിൻ ആയിരിക്കും, പ്രധാനമായിട്ടും മുട്ടുവേദനയൊക്കെ. മുട്ടുവേദന അതും 1-2 ദിവസമൊന്നും ആയിരിക്കില്ല, 2-3 ആഴ്ചയോളം അല്ലെങ്കിൽ 4-5 ആഴ്ചയോളം നല്ല രീതിക്കുള്ള വേദനയൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് കുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. കുട്ടികൾക്ക് സിവിയർ ആവാനും കോംപ്ലിക്കേഷൻ ആവാനും ഉള്ളൊരു ചാൻസ് ഉള്ള ഡിസീസാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഇത് ബ്രെയിനിനെ ആയിരിക്കും എഫക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് കുറച്ചും കൂടി നല്ല രീതിക്ക് കാണേണ്ട അല്ലെങ്കിൽ കുറച്ച് സിവിയർ ആയിട്ട് കാണേണ്ട ഒരു അസുഖമാണ് എന്താണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ജലത്തിലൂടെ പറയുന്ന രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, ലെപ്റ്റോസ്പൈറോസിസ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ എന്താണ് ജലത്തിലൂടെ പകരുന്നതാണ്. മലിനമായ ജലം അല്ലെങ്കിൽ നമുക്കറിയാം ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും മഴവെള്ളം ഒലിച്ചു വരുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ സെപ്റ്റിക് ടാങ്കിന്നോ അല്ലെങ്കിൽ ഓടവെള്ളം ഇതെല്ലാം നമ്മൾ കിണറിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കുടിവെള്ളത്തിലേക്കോ ഒക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ കുടിവെള്ളം മലിനമാക്കുകയും ആ വെള്ളം നമ്മൾ തിളപ്പിച്ചൊന്നും കുടിക്കാതെ ഡയറക്റ്റ് പച്ചവെള്ളം പോലെ കുടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഫുഡിൽ തന്നെ കുറച്ച് ശ്രദ്ധ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടും വരുന്നത്. ഇപ്പം കോളറയെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കറിയാം, കോളറ എന്ന് പറയുന്നത് വിബ്രിയ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കോളറ എന്ന് പറയുന്നത്. ഇത് കൂടുതലും വയറിളക്കമാണ് ഉണ്ടാക്കുന്നത്. വയറിളക്കം എന്ന് പറയുന്നത് റൈസ് വാട്ടർ സ്റ്റൂൾ എന്നാണ് പറയുക. കഞ്ഞിവെള്ളം പോലെ എന്താണ് മലം പൊക്കോണ്ടിരിക്കുക അല്ലെങ്കിൽ വയറിളകി പൊക്കോണ്ടിരിക്കുക. ഇത് കാരണം ഇതെന്ന് പറഞ്ഞാൽ നിർത്താതെ ഇപ്പോൾ ഒരു ദിവസം തന്നെ 5, 6, 7 വട്ടം, ഒരുപാട് ചിലവർക്ക് 12 വട്ടം വരെയൊക്കെ എന്ത് ചെയ്യാം ഇതുപോലെ ഒരു ദിവസം തന്നെ വയറിളകി പോകുന്നുണ്ടായിരിക്കാം. അപ്പൊ അത് കാരണം ഉണ്ടാകുന്ന ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, തളർച്ച, നിർജ്ജീലനം, എന്താ ബോഡിയിൽ ഒട്ടും വെള്ളം ഇല്ലാതിരിക്കുക, അതുകൊണ്ട് തന്നെ ക്രാംസ്, കാലിലൊക്കെ കോച്ചി പിടിക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും കോളറയ്ക്ക് നമ്മൾ കൂടുതലും കാണുന്നത്. കോളറയിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണ് നല്ല രീതിക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും വെള്ളം നമ്മൾ എന്താണ് വയറിളകി പോകുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക നല്ല രീതിക്ക് വെള്ളം ഇൻടേക്ക് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറയും ORS കലക്കി കൊടുക്കുക. ORS എന്ന് പറയുന്നത് അറിയാലോ, 1 ലിറ്ററിനകത്ത് നമ്മൾ ORSന്റെ ഒരു പാക്കറ്റ് എന്ത് ചെയ്യാം കലക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം സ്പൂണ് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സ്, കരിക്ക്, അങ്ങനെയുള്ള നമുക്ക് ജ്യൂസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം കോളറയുടെ സമയത്തും. ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ജ്യൂസുകൾ എന്ത് ചെയ്യാം കൊടുക്കാം. ഒട്ടും വെള്ളം ഇല്ലാത്തൊരു കണ്ടീഷൻ ആയിരിക്കും. കോളർ കുറച്ചും കൂടി സിവിയർ ആകുമ്പോഴത്തേക്കും കണ്ണൊക്കെ കുഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്കിന്നൊക്കെ നമ്മൾ എന്താണ് ഇങ്ങനെ പിഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ വലിച്ച് നോക്കുമ്പോഴത്തേക്കും പതിയെ അത് എന്ത് ചെയ്യത്തോളൂ താഴത്തോളൂ. അതിന്റെ വെള്ളം ഒട്ടും നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും കോളറയുടെ സിവിയറിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് സിവിയർ ആയി കഴിഞ്ഞാൽ കോളറ ഇടത്തിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. നമ്മൾ 1900 തൊട്ടുള്ള കാലങ്ങളിലെ കോളറ പ്രിവലന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പൊ അങ്ങനെ അധികം ഇല്ല, പക്ഷേ ഇങ്ങനെ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇടയ്ക്ക് 1, 2, 3 കേസസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് കാണിക്കാറുണ്ട്.
പിന്നെ അതുപോലെ തന്നെ പറയുന്നതാണ് ജലത്തിലൂടെ വരുന്നത് ടൈഫോയിഡും ഇപ്പം മഴക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈഫോയിഡിൽ പ്രധാനമായിട്ടും ഒരു പനി എന്ന് പറയുന്നത് അങ്ങനെ 1-2 ദിവസത്തെ പനി മാത്രമല്ല, അതിന് ഒരു 2-3 ആഴ്ചത്തെ പനി എന്താണ് നീണ്ടു നിൽക്കുന്ന പനിയായിരിക്കും ടൈഫോയിഡിൻ്റെത്. അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള ഛർദിലുണ്ടായിരിക്കും. ചിലർക്ക് വയറിളക്കമായിട്ടും ചിലർക്ക് മലബന്ധമായിട്ടും എന്താണ് ടൈഫോയിഡിൽ കാണിക്കാറുണ്ട്. പിന്നെ കറുത്ത സ്റ്റൂൾസ് പോവുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കറുത്ത രീതിയിൽ മലം പോവുക, കറുത്ത കളറിൽ മലം പോകുന്ന രീതിയിലും ഒക്കെ എന്താണ് ടൈഫോയിഡിന്റെ ലക്ഷണങ്ങളായിട്ട് കാണിക്കാറുണ്ട്. പിന്നെ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം പോലുള്ളത്, കരളിനെ ബാധിച്ചിട്ട് എന്ത് ചെയ്യാം മഞ്ഞപ്പിത്തം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. കണ്ണ് മഞ്ഞയാവുക, സ്കിന്നൊക്കെ എന്ത് ചെയ്യുക, കൈയുടെ വെള്ള, കണ്ണിന്റെ പുറം എല്ലാം എന്ത് ചെയ്യാം മഞ്ഞ കളറിൽ കാണിക്കുക. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഇപ്പം അടുത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 2-3 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ഈ വെള്ളത്തിൽ നിന്ന് എന്താണ് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസുകൾ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന രോഗങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിന്റെ ശുചീകരണമായിരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് നോക്കേണ്ടത്. നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് പ്രിവെന്റ് ചെയ്യേണ്ടത്, ഓരോ അസുഖങ്ങളെ എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യേണ്ടത് കൂടി നമ്മൾ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും അറിയാം. സാധാരണ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്താണ് ജലദോഷം, പനി പോലുള്ള ബുദ്ധിമുട്ടുകളായിട്ട് വൈറൽ ഫീവർ പോലെ വരാം. അതെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അടുത്തിരിക്കുന്നവർ ചുമക്കുകയോ തുമ്മുമ്പോ ചെയ്യുമ്പോൾ സ്രവത്തിൽ നിന്നും വരുന്ന ബുദ്ധിമുട്ടായിരിക്കാം. ചെറിയ രീതിയിലുള്ള ജലദോഷം, പനി, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ഫാരൻജൈറ്റിസ്, ടോൺസിലൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്കും പിന്നെ അത് ന്യൂമോണിയയിലേക്കൊക്കെ പോകുന്ന രീതിയിൽ വരാം. പിന്നെ ഇപ്പം വീണ്ടും കോവിഡ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോവിഡ് ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെ വരുന്നത് തന്നെയാണ് അല്ലേ, നമുക്കറിയാം വായുവിലൂടെ പകരുന്നതാണ്. അപ്പം അതും എന്ത് ചെയ്യുക, അടുത്ത സമ്പർക്കം എന്ത് ചെയ്യുക ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ വിട്ടുമാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ജലത്തിലൂടെ പകരുന്നതിൽ നമ്മൾ ഒന്ന് വിട്ടുപോയി, ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി എന്ന് പറയുന്നത്. എലിപ്പനി എന്ന് പറയുന്നത് ജലത്തിലൂടെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പകരുന്നു എന്നല്ല. ഇപ്പൊ മലിനമായ ഒരു ജലത്തിൽ എലി മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കാലിൽ എന്തെങ്കിലും മുറിവുകളോ കയ്യിലോ കാലിലോ എന്തെങ്കിലും മുറിവുകൾ വരികയും ആ വെള്ളം നമുക്ക് ആ മുറിവിലൂടെ എന്ത് ചെയ്യുകയാണ് ആ വൈറസ് ഇൻഫെക്റ്റ് ആവുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് എലിപ്പനി വരിക. എലിപ്പനി എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആവാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. നമ്മൾ എന്താണ് ശ്വാസകോശത്തിലെ ലങ്സിലേക്കും കിഡ്നിയിലേക്കും ഒക്കെ വരെ ബാധിക്കാവുന്ന ഒരു അസുഖമാണ് എലിപ്പനി എന്ന് പറയുന്നത്. പക്ഷെ മുന്നേക്ക് കർഷകരിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു എലിപ്പനി കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരിലേക്കും വരുന്നുണ്ട്. ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നും പ്രോപ്പർ അല്ലെങ്കിൽ എലിയുടെ ശല്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് വെള്ളം കെട്ടി കിടക്കുകയും അത് മലിനമാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് വൈറസ് കയറിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാം. എലിപ്പനി കുറച്ചും കൂടി സിവിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ലങ്സിനെയും അതുപോലെ തന്നെ കിഡ്നിനെയൊക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അപ്പൊ വീൽസ് ഡിസീസ് എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി ഇരിക്കും. ഈ മഴക്കാല രോഗങ്ങളെ എങ്ങനെ പ്രിവെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കണമെന്ന് വെച്ചാൽ ഈ രീതിയിൽ തന്നെ സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. കൊതുകിലൂടെ പകരുന്ന രോഗമാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് കൊതുകിനെ പ്രതിരോധിക്കുക. അതിന് വേണ്ടിയിട്ട് കൊതുക് കുത്താടികൾ വളരുന്ന അല്ലെങ്കിൽ കെട്ടി നിൽക്കുന്ന വെള്ളം എന്ത് ചെയ്യുക, നമ്മൾ മറിച്ച് കളയുക എന്നുള്ളതാണ്. നമ്മൾ വീടും പരിസരവും നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് കൊതുകിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് പരിസരത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലെങ്കിൽ ചിരട്ട പാത്രങ്ങളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം എന്ന് മാത്രമല്ലാതെ ഈ AC-യുടെ വെള്ളം കെട്ടി നിൽക്കാം, ഫ്രിഡ്ജിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അകത്ത് എന്തെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ നമ്മൾ എന്താണ് വെച്ചിരിക്കുന്ന പാൻ എന്ത് ചെയ്യുക കൂടെ മാറ്റി കൊടുക്കുക. കൂടെ എന്ന് പറയുമ്പോൾ ഒരാഴ്ചയല്ല, നമ്മൾ മിക്ക തോതിൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ ടെറസിൽ എന്ത് ചെയ്യുക ഓവേഡ് ക്ലീൻ ചെയ്യാൻ ഒക്കെ എന്ത് ചെയ്യുക നോക്കുക. എല്ലാവരുടെയും ഡ്രെയിനേജ് പ്രോപ്പറായിട്ടാണോ പോകുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം കൊതുക് അല്ലെങ്കിൽ കൂത്താടികൾ വളരാതിരിക്കാൻ എന്ത് ചെയ്യുക ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് ഡെങ്കിയിൽ നിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള കൊതുകിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമതായിട്ട് ജലത്തിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, കോളറ, ടൈഫോയിഡ് പോലുള്ളതാണ്. അത് മലിനമായ ജലത്തിൽ നിന്ന് വരുന്നതാണ്. ഇതുപോലെ തന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്കും കിണറിലേക്ക് എന്ത് ചെയ്യാം പല രീതിയിലുള്ള വെള്ളങ്ങൾ എന്ത് ചെയ്യാം ഒഴുകി വരികയും അതുമായിട്ട് മിക്സ് ആയി പ്രശ്നങ്ങൾ മലിനമാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും തിളപ്പിച്ചാറിയത് അത് നല്ല രീതിക്ക് തിളപ്പിച്ചാറ്റി വെള്ളം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. വെറുതെ ഒന്ന് ചൂടാക്കി ആ ചൂടോട് കുടിക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ തിളപ്പിക്കുക എന്നുള്ളതല്ലാതെ നല്ല രീതിക്ക് തിളച്ചതിന് ശേഷം അത് കുടിക്കാൻ പറ്റുന്ന ചൂടിലേക്ക് തണുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും തിളച്ച വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് അത് പിന്നെ തണുപ്പിക്കാൻ വേണ്ടി പച്ചവെള്ളം ചേർക്കുന്ന രീതി ഒരിക്കലും ചെയ്യരുത്. കാരണം അപ്പൊ ആ തിളപ്പിച്ച വെള്ളത്തിന്റെ കൂടി ഇത് പോകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പം അതിലുള്ള വൈറസ് ഇല്ലെങ്കിൽ ആ പച്ചവെള്ളത്തിലുള്ള വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്ത് ചെയ്യാം അത് മിക്സപ്പ് ആവാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതിനകത്ത് പച്ചവെള്ളം ചേർക്കാതിരിക്കുക. പിന്നെ ആഹാരങ്ങൾ എന്ത് ചെയ്യുക അടച്ചു വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക സൂക്ഷിക്കുക. ഈച്ചകൾ പോലുള്ളതൊന്നും പ്രാണികൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല രീതിക്ക് വേവിച്ച ആഹാരങ്ങൾ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അധികം ഹോട്ടലിൽ നിന്നും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്സ് നിന്ന് മാത്രമല്ല, ഹോട്ടലിൽ നിന്നും ഈ പൊരിച്ചതൊക്കെ കഴിക്കുമ്പോൾ തന്നെ എന്താണ് അതിൽ ഇതുപോലെ തന്നെ അവർക്ക് അങ്ങനെ അടച്ചു വെക്കണം എന്ന് ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ പ്രോപ്പറായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുന്ന നമ്മൾക്കായിരിക്കും എന്ത് ചെയ്യുക പ്രശ്നങ്ങൾ വരാൻ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഹോട്ടലിൽ നിന്നുള്ള ഫുഡ്സ് ഒക്കെ എന്ത് ചെയ്യുക മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് കഴിക്കുക. ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ജലത്തിലൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പിന്നെ സ്കൂളിലേക്ക് കൊടുത്തുവിടുന്ന ആഹാരത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ എന്ത് ചെയ്യുക കൊടുത്തുവിടാൻ ശ്രദ്ധിക്കുക.
പിന്നെ പറയേണ്ട ഒരു കാര്യം വായുവിലൂടെ പകരുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കൊറോണ വന്നപ്പോൾ നമ്മൾ എല്ലാവരും പൊതുവെ പഠിച്ച കാര്യം തന്നെയാണ്. നന്നായിട്ട് കൈ കഴുകുക, എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ സാനിറ്റൈസർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ സമ്പർക്കം ആർക്കെങ്കിലും പനി ഉണ്ടെങ്കിൽ അടുത്ത സമ്പർക്കം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ മഴക്കാല രോഗങ്ങളിൽ നിന്ന് നമ്മളെ, നമ്മുടെ വീട്ടുകാരെയും കുട്ടികളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പ്രതിരോധ മരുന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ അവൈലബിൾ ആണ്. അപ്പം ഡെങ്കിപ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോളറ, ടൈഫോയിഡ് പോലുള്ള ബുദ്ധിമുട്ടുകൾക്കായിക്കോട്ടെ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിൽ പോയിട്ടുള്ളതായിക്കോട്ടെ, എല്ലാത്തിനും എന്താണ് നമുക്ക് പ്രിവെന്റീവ് ഉള്ളതാണ്. അപ്പം ഈ പ്രിവെന്റീവ് മെഡിസിൻസ് നമ്മൾ ആഴ്ചയിൽ കഴിച്ചാൽ മതി. ആഴ്ചയിൽ അല്ലെങ്കിൽ 2-3 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചാൽ തന്നെ നമുക്ക് നമുക്ക് പ്രിവെൻഷൻ കിട്ടും. അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മരുന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പ്രിവെന്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ മഴക്കാലത്ത് നമ്മൾ പനിക്കാലമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടുകാരോടെല്ലാം എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുടുംബക്കാർക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വീടും പരിസരവും നമ്മളെയും തന്നെ ഹൈജീൻ ആക്കി വെച്ചാൽ തന്നെ ഈ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.